ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ പാലക്കാട് നിന്നും. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചക്കി. ഈ ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് പാലക്കാട് കോട്ട. നമുക്കൊപ്പം സി കെ, പാലക്കാടിന്റെ സി കെ എത്തിയിട്ടുണ്ട്. നമുക്ക് സി കെയോട് ചില വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. മൊത്തത്തില് നല്ല ചൂടല്ലേ പാലക്കാട്? ഭയങ്കര ചൂടാ, ഭയങ്കര ചൂട് അല്ലേ? 11 മണിക്ക് അത് ബാധിക്കുന്നുണ്ടോ? ഉച്ച കഴിയുമ്പോഴേക്കും രാവിലെ 11 മണി കഴിഞ്ഞാലുള്ള പ്രചരണം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്ന സമയത്ത് നമ്മൾ കൗൺസിൽ ആദ്യത്തെ കൗൺസിലർ ആയിരുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും സി കെയുടെ ഒരു വളർച്ച എനിക്ക് എന്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സി കെ മണ്ഡലത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ പാലക്കാട്ടെ ജനങ്ങളോട് പറയുന്നത്? പാലക്കാട് കാലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം പാലക്കാടിന്റെ ചികിത്സാ സൗകര്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പാലക്കാട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ നിരവധി തവണ പറ്റിക്കപ്പെട്ട ആളുകളാണ്. കോച്ച് ഫാക്ടറിയുടെ പേരിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ പേരിലൊക്കെ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ ചികിത്സാ സൗകര്യത്തിന് പരിഹാരമാവുന്ന ആ രംഗത്ത് എയിംസ് പോലെയുള്ള ഒരു സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം പാലക്കാട് കൊണ്ടുവരാനുള്ള ശ്രമം അത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. നമസ്കാരം. പൊളിറ്റിക്കൽ എന്താ സാധ്യത, രാഷ്ട്രീയ സാധ്യത എന്താ പാലക്കാട്? നമ്മൾ BJP കാരനാണ്. സാധ്യത മാർക്സിസ്റ്റ് ജയിക്കുന്നു പാലക്കാട് BJP കാരനാണ്, പക്ഷെ മാർക്സിസ്റ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നോ? എന്താ അങ്ങനെ ഒരു കണക്കൂട്ടൽ? സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വളരെ സർപ്രൈസ് ചെയ്യണം. ഞാൻ ആദ്യം ഞാനൊരു BJP പ്രവർത്തകനെ കണ്ടു. അപ്പൊ രാവിലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ BJP പ്രവർത്തനം സ്വാഭാവികമായിട്ടും BJPക്ക് സാധ്യത ഉണ്ടെന്ന് പറയുമല്ലോ. പക്ഷെ അപ്രതീക്ഷിതമായി എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഇടതു മുന്നണി ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു പൊളിറ്റിക്കൽ സർപ്രൈസാണ്. വോട്ടർമാരോടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രോമിസ് എന്താണ്? ഈ നിയോജകമണ്ഡലത്തിന്റെ സൗകര്യം കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്, കേരളത്തിലെ ഏറ്റവും മികച്ച വ്യാവസായിക മേഖലയാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ നിക്ഷേപമുള്ള സ്ഥലമാണ്. അടിസ്ഥാന സൗകര്യ സാധ്യതകൾ നന്നായിട്ടുണ്ട് ഇവിടെ. അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയൊരു മുൻകൈ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടത്. പാലക്കാട് എന്താ സാധ്യത? പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. അത്ര കടുത്ത മത്സരമാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഫാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഫാനല്ലോ, AC ഇല്ലെങ്കിൽ എന്ന് പറയാം. അങ്ങനെ വന്നു, മാറി അല്ലെ? പാലക്കാടിന്റെ ജീവിത രീതി മാറി. അതെ അതെ. ഹലോ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടിട്ടുണ്ടാവില്ലേ? മുഖം കണ്ടാൽ എങ്ങനെ കേട്ടിട്ടുണ്ടാവുന്നത്? മുഖം കണ്ടാൽ കേൾക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപദം ചേതോഹരം. പേര് സതീഷ്. സതീഷ് ചെറിയ പുള്ളിയല്ലേ? സതീഷാണ് ഒരുപക്ഷെ SPയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന സ്വരച്ചേർച്ചയുള്ള ഒരാളെന്ന് പറയുന്നത്. അസലെ പാടിയില്ലേ? നന്നായിട്ട് സൂപ്പർ പാട്ടാ. അപ്പോഴേ പൊതുവെ എങ്ങനെയാണ് നമ്മുടെ ചൂട്? എങ്ങനെ ഉണ്ട്? നല്ല ചൂടാ. ചൂട് വരെ സാറ് 10 മണി വരെ പണിക്ക് പോകണോ? വേല കഴിഞ്ഞ് ഒരു പറമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പൂരമൊഴിഞ്ഞിരിക്കുന്ന ഒരു പൂരപ്പറമ്പ് എങ്ങനെ ഉണ്ടാവും? ഈ പറമ്പാദ്യത്തോടു കൂടി ഈ അശ്വമേധം അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും.